ഹലോ. ഹലോ. ആ, നീ ഇപ്പൊ എന്തിനാ വിളിച്ചത്? എനിക്ക് ഇനിയും ആർത്തി തീർന്നിട്ടവനെ. ഉം. ഏ? എനിക്ക് ഇനിയും ആർത്തി തീർന്നിട്ടേ. ഇതെങ്ങനെ ആർത്തി തീരാൻ പറ്റിയ സംഭവമാണോ? അല്ലെ ആർത്തി തീരുവോ? അല്ല, നീ മിഞ്ഞാന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. അതിന്റെ ക്ഷീണം ഇനി എനക്കിടെ മാറിയില്ല കേട്ടാ. ഓ പിന്നെ ഞാൻ എന്നാ ചെയ്തിന് ഞാൻ വന്നിട്ട് അതിന് മാത്രം. എനിക്ക് ക്ഷീണമൊന്നും ഉണ്ടാവൂല. ഇവിടെ ക്ഷീണം പിടിച്ചിട്ട് എണീക്കാൻ വരെ പറ്റുന്നില്ല. ആദ്യമായിട്ട് ചെയ്തിയാ? അല്ല, നീ മിഞ്ഞാന്ന് വരുമ്പോ ആ സാധനം ഉപയോഗിക്കാണ്ട വന്നല്ലേ? ഏത് സാധന? എനിക്കറിയില്ല. ആ സാധനം എപ്പോ ഉപയോഗിക്കുന്നില്ലോ. ഒന്ന് മിഞ്ഞാന്ന് നീ എന്നെ പറ്റിച്ചല്ലേ അത്? അത് എടുക്കാൻ മറന്നില്ല. എടുക്കാൻ മറന്നിട്ടൊന്നുമില്ല. എപ്പോ ഈ ഒറാന്ന് പറഞ്ഞാല് അതിന് അതിന്റെ ഒരു 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 എന്താ പറയാ, ഒരു സുഖമില്ല. നമ്മള് കളിക്കുമ്പോ അതില്ലാണ്ട് കളിക്കുമ്പോ അതാണ് മിഞ്ഞാന്ന് ക്ഷീണം പിടിക്കാൻ പറഞ്ഞില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, സുഖക്കുറവായിരിക്കും. അനക്ക് അങ്ങനെയല്ല, അനക്ക് അതിന്റെ സമയം കേട്ടാ. മിഞ്ഞാവാ? പിന്നെ അയ്യോ, അടി പിടിക്കുവോ? പിടിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. പണി പാടുവാ? എന്നോടാരാ പറഞ്ഞു? ഞാൻ അതിന്റെ വെപ്രാളത്തിലാണെങ്കിൽ ചോദിക്കാനും മറന്നുപോയി. വെപ്രാളം വന്നത് അതില്ലാതെ കൊണ്ടാണ് വെപ്രാളം ആയത്. അതില്ലാണ്ട് നിൽക്കുമ്പോഴൊരു ഇതുണ്ടല്ലോ, നമ്മൾ കളിക്കുമ്പോ ഒരിക്കലും അതിന്റെ ഇടയിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായ? അല്ല, അതിന്റെ ഇടയിൽ ഉപയോഗിക്കുന്നത് നിൽക്കട്ടെ, നിന്നോടാരാ അത് എടുക്കാണ്ട് വരാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല, ഞാൻ എടുത്തിന്. ഞാൻ പിന്നെ ഇടക്കൊന്നും അതില്ലാണ്ട് ആകുമ്പല്ലേ അതിന്റെ ഒരു രസം. എന്നാ നിനക്കത് വിരലിലിട്ടൂടെ? വിരലിട്ട് എന്തിനാ? ഉള്ളതും കളയുന്ന? അല്ല, വിരലിലിട്ട പിന്നെ ഒരു ഇത് അത് വിരലിനിടുന്നതല്ല, അറിയാലോ അല്ലേ? അനക്കറിയാം. അല്ല, ഉപയോഗിക്കുന്നില്ല, പിന്നെ എനിക്ക് വിരലിനിടാലോ എന്ന് പറഞ്ഞു. ഓ, വിരലിട്ട് കഴിഞ്ഞാ അതിന്റെ ഒരു ഗുണവും ഗുണവും തോന്നുന്നുണ്ടാവില്ല. വിരലിന് അതൊന്നും ഇടേണ്ട കാര്യമില്ല. അല്ല, ഇതിന് ചൊറിയുമ്പോ നല്ല ചൊറിയുമ്പോ ബെസ്റ്റ്. വിരലിട്ട ഭയങ്കര മിനുസായിരിക്കില്ല. അപ്പൊ എല്ലാ തന്നെ ഒരു മുരുമുരു കിട്ടാനാണ് നോക്കുന്നത്. അന്നേരം പിന്നെ വിരലിന് ഇനി അതും കുറേ കൂടി ഇട്ടിട്ട് എനിക്ക് പ്രത്യേകം ചോദിച്ചു വാങ്ങിക്കൂടെ എന്തെങ്കിലും? ഈ മുരുമുരു പോലത്തെ സാധനം ഉണ്ടോ? ഈ മറ്റേ എന്താന്ന് പറയണ്ട, ഈ ചുമരിലൊക്കെ എടുക്കുന്ന ഈ സാധനമില്ലേ? അല്ല, ഞാനിനി അതാ ചോദിക്കുന്നത്, ഇനി അതാട്ടം കൊണ്ടുവരേണ്ടി വരുമോ? അതുപോലത്തെ സാധനം ഉണ്ടോ ചോദിച്ചു. മുരുമുരു പോലത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്കപ്പോൾ സാധനം ഉണ്ട്, പക്ഷേ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എനിക്ക് ഗുണമില്ല, പക്ഷേ പിന്നെ നീ ഒരു മാസത്തേക്ക് വരേണ്ടി വരും. അതെന്താ? അല്ല, അത് നല്ല മുരുമുരുത്ത സാധനം കിട്ടാനുണ്ട്, പക്ഷേ അത് നിങ്ങൾക്കേ ഗുണമുണ്ടാവുള്ളൂ, എനിക്കതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. മോനെ, അതിനെ കൊണ്ട് എന്ത് ഗുണം? അത് ഒരഞ്ഞാൽ എന്തിനാ കൊള്ളുക? പൂയിക്കടലാസ് ഇട്ടിട്ട് ചുമര. ശരി. അപ്പൊ ഇത് ചേട്ടനത് ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? അതൊന്നും ഉപയോഗിക്കില്ല. അതൊന്നും ഉപയോഗിക്കൂല. പിന്നെ ഞാനെന്തിനാ ഉപയോഗിക്കുന്നത്? എപ്പോഴൊന്നും വരുന്ന ഞാൻ ഉപയോഗിക്കേണ്ടത് എന്തിന്? അല്ല, ഇപ്പൊ എന്തെങ്കിലും പറ്റുമോന്ന് ഇപ്പൊ അടുത്ത മാസം അറിയാൻ കിട്ടാം. അതൊന്നുമില്ല, അതൊക്കെ ചുമ്മാ. എന്നെ പേടിപ്പിക്കല്ലേ? എന്നെ പേടിപ്പിക്കുന്നില്ല, ഞാനേ ഇവിടെ പേടിപ്പിച്ചല്ലേ. ഓ പിന്നെ അത് അതിനങ്ങനെ പ്രത്യേകിച്ച് അത്ര കറക്റ്റായിട്ടൊരു സമയമുണ്ടോ? അതൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങ് സംഭവിക്കുന്നില്ല. അത് ആ സമയമാണെങ്കിലോ? എന്നെ ടെൻഷൻ ആക്കല്ലേ. പിന്നെ അത് കൂടി അതൊന്നും ആവൂല. ഇത് പറ, ഇന്ന് ചേട്ടൻ നയിച്ചല്ലേ ഞാൻ വരട്ടെ? ഇന്നിങ്ങോട്ട് വരികയേ വേണ്ട. ഞാൻ നീ കഴിച്ച് അതിന്റെ ക്ഷീണം മാറണ്ടേ എനിക്ക്? പിന്നെ എന്നോട് പറഞ്ഞ് ഒന്നും വേണ്ട, മേലെ മുകളിലുള്ള സാധനേ വേണ്ട.
ഉം, ഉം. പിന്നെ നീ വന്നിട്ട് നോക്കുമ്പോ പിന്നെ അടിയിലെത്തി സാധനവും ഇല്ല. എന്താ ചേച്ചിനെ ആദ്യം വേണ്ടെന്നാണ്. ചേച്ചിനെ കണ്ടു കഴിഞ്ഞാല് താഴത്തെയും വേണം മേലത്തെയും വേണം, മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഉം. അല്ലേ? ഉം. കളിക്കുമ്പോ അങ്ങനെയാണ് ചേച്ചിന്റെ അവസ്ഥയും എന്റെ അവസ്ഥയും. കുറച്ച് കൂടിപ്പോയില്ലേ അത്? ഓ, എവിടെ കൂടാൻ. പറ, ഇന്ന് ചേട്ടന് നൈറ്റ് അല്ലേ, ഇന്ന് വരട്ടെ. പിന്നെ ആദ്യം അടുത്ത ആഴ്ചയിലെ പറ്റുമോ നമ്മളെ ചോദിക്കുന്നു. നീ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെങ്കില് ഞാൻ പറഞ്ഞ സാധനം നീ കൊണ്ടുവരൂ. അത് കൃത്യമായിട്ട് ഇട്ടിട്ട് വരുമെങ്കിൽ മാത്രമേ നിൽക്കൂ. ഇന്ന് ചേച്ചി പറഞ്ഞ സാധനം ഒന്നല്ല രണ്ടെണ്ണം മേടിക്കണം. രണ്ടെന്തിനാ? കിടക്കട്ടെ. പൊട്ടിപ്പോന്നായില്ല. ആ മിഞ്ഞത്തന്നെയും കൂടി ചിലപ്പോ പൊട്ടിപ്പോയാലും മുമ്പൊരിക്കൽ അങ്ങനെ പൊട്ടിയിട്ടില്ലേ? ആ അതന്നെ ഞാൻ പറഞ്ഞു, പൊട്ടിപ്പോന്നായില്ല. അതാണല്ലോ നിന്റെ കളി. അതിപ്പോ ഞാനെന്താ ചെയ്യാന്? ചേച്ചിയല്ലേ എന്നെ കൊണ്ട് കളിപ്പിക്കുന്നു. എല്ലാരെക്കാളും പിന്നെ ഒരു പവർ കൂടുതലാണല്ലോ എനിക്ക്. അത്ര വലിയ ഇതൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്ന. അതുകൊണ്ടാണല്ലോ ഇത് പൊട്ടിപ്പോകുന്നത്. അത് ഇല്ല, അത് വേണ്ടത്ര വലിയുന്നില്ല. നല്ലോണം വലിഞ്ഞാലല്ലേ പൊട്ടാതിരിക്കും. ഇത് അതിന്റെ പരമാവധി വലിഞ്ഞു. വലിപ്പം കൂടുതലുണ്ടായിട്ടില്ല, അതുകൊണ്ടാണല്ലോ ചേച്ചി എന്നെ വിടാതെ. അതുകൊണ്ട് കൂടിയാണ് എനിക്കിന്ന് പറ്റൂല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ചേച്ചി മുക്കുകയും ഞെരുങ്ങുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ഇത് രണ്ട് സാധനം ഇട്ട പോലെ ഉണ്ട് ഒരുമിച്ച്. അത് ചേച്ചി ചേട്ടന്റെ ആ ചെറിയ പഴുതാരമൊക്കെ സാധനം കയറുന്നുണ്ടാന്ന് മനസ്സിലാവാതെ. പോരാതെ അടിയിലും. അതുകൊണ്ട് ഇന്നത്തെ കളി വേണമെന്നല്ല ഉണ്ട്, പക്ഷെങ്കിൽ ശരീരം സമ്മതിക്കുന്നില്ല. അതൊക്കെ സമ്മതിക്കുന്നേ. എന്നിട്ട് കിർലോസ്കറിന്റെ പമ്പെന്ന് വെള്ളം പോകുന്ന പോലെ പോകുന്നുണ്ടല്ലോ. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ചേട്ടനായിട്ട് കളിക്കുമ്പോ എപ്പോഴെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടായില്ലല്ലോ. നീയാ പറയുന്നു? ഇല്ല, അതെനിക്കറിയാം. കാരണം വെള്ളം വരുന്നതിന്റെ ഇത് കട്ടിയും സ്പീഡൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഇതിപ്പോ അടുത്ത കാലത്തൊന്നും പോകാതെ വരും. അല്ല, ഇത് അടുത്ത കാലത്തൊന്നും പോകാതെ വരവാന്നും മൊത്തം കുത്തി ഒലിച്ച് ഒഴുകി വരൂല്ലേ. എന്നെ തന്നെ വേക്കോട്ടെടുപ്പിക്കും. അല്ല, ഏതായാലും നീ ഇന്ന് വരാൻ തീരുമാനിച്ചല്ലേ? എന്താ ഇന്ന് വരാൻ തീരുമാനിച്ചതല്ലേ? എന്നാ വരണമെന്നുണ്ടോ ചേച്ചി പറഞ്ഞാല്? നീ വന്നാല് രാവിലെ ഞങ്ങൾക്ക് കുറേ ജോലിയൊക്കെ ഉണ്ടെന്ന് വെച്ച് ജോലിയൊക്കെ ചെയ്ത് തീർത്തിട്ട് പോയാൽ മതി കേട്ടെന്നാല്. അത് ശരി. എന്നിട്ട് ചേട്ടൻ നൈറ്റ് കഴിഞ്ഞ് വരുമ്പോ ഞാൻ അവിടെ ജോലി ചെയ്യുന്നതാണ്. ചോദിക്കണം, ഇവനാരടി? എണീക്കാൻ പറ്റില്ലല്ലോ, ഇന്നെല്ലാം ചതച്ചു വെക്കൂലേ കളിച്ചിട്ട്. ഒരു കാര്യം, നമുക്ക് ചതക്കാണ്ട് കളിക്കാം. കൂടുതൽ ചതക്കുന്നില്ല ഇനി, നേരിടല് മാത്രം, ഞെരിക്കല് എന്താ. ഇന്നത്തെ കളി വെറും ഞെരിക്കല് പോരെ? എന്നാ ഇതാ ഞാൻ ഉറപ്പാ എത്തി. മറന്നു പോകേട്ടാ. ഇല്ല.